ഹായ് കൂട്ടുകാരെ, ന്യൂസ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പം ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു 10-20 മിനിറ്റ് കൊണ്ട് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിൽ ആക്കി കൊടുക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അപ്പം അതൊന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് ബിരിയാണിയാണ് കേട്ടോ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു 2 മീഡിയം സൈസ് സവാള എടുക്കണം. അത് ഞാനിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്താലും കുഴപ്പമില്ല കേട്ടോ. കുഞ്ഞതാക്കി കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ ബീഫിൻ്റെ കൂടെ തന്നെയാണ് ഈ സവാള ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് വലുതാക്കി തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ വലിപ്പത്തിലുള്ള 2 തക്കാളി കൂടി എടുക്കാം. അതും ഞാൻ കുഞ്ഞതാക്കിയൊന്നല്ല കട്ട് ചെയ്ത് ഇതുപോലെ 4 സൈഡും കട്ട് ചെയ്തിട്ട് സെൻറ്റർ കൂടി ഒരു കട്ടും കൂടി ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് തക്കാളിയൊക്കെ പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ദാ ഞാൻ അടുത്ത ഇതുപോലത്തെ ഒരു തക്കാളിയും കൂടി എടുക്കുന്നുണ്ട്. അപ്പം അതും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മളെ മക്കൾക്കൊക്കെ പെട്ടെന്നായിരിക്കും ഒരു ബിരിയാണി വേണമെന്നൊക്കെ പറയുക. അപ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് ടെൻഷനായി പോകും കേട്ടോ. അപ്പോൾ അത് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും അന്ന് വാശി പിടിച്ച് കരയാം. അപ്പം എനിക്കിവിടെ അങ്ങനെയാണ്, പെട്ടെന്നൊക്കെ ആയിരിക്കും മക്കളോരോ ആഗ്രഹങ്ങളൊക്കെ പറയുക. അപ്പം ഞാൻ ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്നൊരു രീതിയിലാണ് ഞാൻ ഇവിടെ ഈ ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ബീഫ് ഒരു 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ നമ്മൾ രാത്രി തന്നെ പേസ്റ്റ് ആക്കിയിട്ട് ഒരു കണ്ടെയ്നർ ബോക്സിൽ ആക്കി വെച്ചാൽ മതി. അപ്പോൾ ഇനി ഇതാ ഞാനിതിലേക്ക് 2 തക്കാളിയും 2 സവാളയും ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി എടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഈ സ്പൂണിന് 2 പ്രാവശ്യമായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതെല്ലാം നമുക്ക് അറിയുന്ന പോലെ ഒരു കളറിനും എരിവിനും മാത്രം മതി കേട്ടോ. ഇനി ഞാനിതാ ഇതിലേക്ക് ആവശ്യത്തിന് ബീഫ് മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കണക്കിന് നിങ്ങളൊരു സ്പൂണിൽ 2 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഞാനത് കണക്ക് നോക്കിയിട്ടില്ല, എനിക്കൊരു പാകത്തിന് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ എല്ലാവരും കുക്കിംഗ് എത്രയാണ്, ബീഫിൻ്റെ കുക്കിംഗ് ടൈം എത്രയാണെന്ന് നോക്കിയിട്ട് അതുപോലെ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ പിന്നെ നന്നായിട്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്ന രീതിയിൽ തന്നെയാണ് എടുക്കുന്നത്. ഈ രീതിയിൽ വളരെ ഈസിയാണ്. ഞാൻ ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം ഒന്ന് സവാള വഴറ്റി അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര റിസ്ക്കാണ്. ചെയ്തപ്പോൾ എനിക്ക് വളരെ ഈസി ആയിട്ട് തോന്നി. പിന്നെ നമ്മുടെ ടൈം നമുക്ക് വേസ്റ്റായി പോകില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഓണാക്കിയിട്ട് കുക്കർ വെച്ച് കൊടുക്കാം. ഈ ബീഫ് കുക്കാവാൻ വേണ്ടിയിട്ട് 7 വിസിലാണ് കൊടുക്കുന്നത്. ഇത് കുക്കായി കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിലേക്ക് ഞാൻ കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിച്ചപ്പും പുതിനച്ചപ്പും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ബീഫ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. സവാളയും തക്കാളിയൊക്കെ കണ്ട് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം മല്ലിച്ചപ്പും പുതിനച്ചപ്പും കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഇപ്പോൾ ഞാൻ കരിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല, കാരണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഇഞ്ചി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഡ്രൈ ആവണവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മളിതിൽ വെളിച്ചെണ്ണ അങ്ങനത്തെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി അത് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ബിരിയാണി മസാല ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് വെള്ളമെല്ലാം വറ്റി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ എന്താ പറയുക, ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് വിനാഗിരിയോ അതേപോലെ തന്നെ തൈരോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എന്തായാലും വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് 1 സ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. ഞാൻ 2 സ്പൂണാണ് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മളെ നെയ്ച്ചോറ് റെഡിയാക്കി നോക്കാം. അവിടെ റൈസ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പാകത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ ആയി കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ മസാലയിലേക്ക് ഈ റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പം ഇത് പിന്നെ എന്താ പറയുക, കുട്ടികൾക്കൊക്കെ ഒന്ന് വേണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ബിരിയാണിയാണ്. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഞാൻ ഈ കുക്കറിൻ്റെ അടപ്പ് കൂടെ വെച്ച് കൊടുത്തിട്ട് ഒരു 100-ലാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് കണ്ടോ, കുറഞ്ഞ് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവി കൂടി ആകുമ്പോൾ ഒന്നുകൂടി ഒരു പ്രത്യേക ടേസ്റ്റ്
ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇത് ലഞ്ച് ബോക്സിലേക്ക് ആക്കി കൊടുക്കാം. നല്ല ചൂടോട് തന്നെയാണ് ഞാൻ ആക്കി കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ അച്ചാറോ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. പിന്നെ ഒന്നും കൂടി ഈസി ആവുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ നൈറ്റ് തന്നെ സവാള തക്കാളി എല്ലാം കട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പേസ്റ്റാക്കി വെക്കുക. മല്ലിച്ചപ്പ് പുതിനച്ചപ്പ് എല്ലാം കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അത്രയും ടൈം ഇവിടെ ഈ രാവിലെ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ അത് നമുക്ക് കുക്കാക്കി എടുക്കേണ്ട ഒരു ടൈം മാത്രമേ പോകുന്നുള്ളൂ. അങ്ങനെ അതാ ലഞ്ച് ബോക്സിൽ ചോറെല്ലാം ആക്കി പപ്പടമാണ് കേട്ടോ ഒന്ന് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് സാലഡും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം രണ്ടുപേർക്കും അതും ഇഷ്ടമാണ് കേട്ടോ. ബീഫ് ഇഷ്ടമല്ലാത്തവർക്ക് ചിക്കനും ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ചിക്കന് 7 വിസിൽ എന്നുള്ളിടത്ത് 2 വിസിലോ 1 വിസിലോ കൊടുത്താൽ മതിയാവും. ഇവിടെ നല്ല മഴയും കാറ്റൊക്കെയാണ്. പിന്നെ കറണ്ടും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ടൈം 8:10 ആയിട്ടുണ്ട്. എനിക്കിവിടെ സ്കൂൾ ബസ് വരുന്നത് 8:35 ആവും. ഇനി എനിക്ക് സ്നാക്സും വാട്ടർ ബോട്ടിലും ആക്കിയാൽ മതി. ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.